കേരളത്തിൽ അങ്ങനെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഇല്ല. അങ്ങനെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ വളരെ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് പരിഹരിക്കാവുന്നതാണ്. കാരണം ഈ വിഷയത്തിനകത്ത് സുപ്രീം കോടതിയുടെ 6 അംഗ ബെഞ്ചിന്റെ വിധിയുണ്ട്. മാത്രമല്ല 1960 59 വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നപ്പോൾ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുടെ നിയമനം എന്ന് പറയുന്നത് PSC സെലക്ട് ചെയ്യുന്ന ലിസ്റ്റിൽ നിന്നായിരിക്കണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പറയുന്ന വിമോചന ലഹളയുടെ ശേഷം 1-ഉം 2-ഉം അമെന്റ്മെന്റുകൾ വരികയാണ്. ഈ 2ാമത്തെ അമെന്റ്മെന്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ PSC ആയിരിക്കണം എന്നുള്ള നിയമനം റദ്ദ് ചെയ്ത് മാനേജ്മെന്റുകൾക്ക് വിട്ടുകൊടുക്കുന്നത്. അപ്പൊ അത് നിയമസഭയാണ് ആ തീരുമാനം എടുത്തത്, കോടതിയല്ല. സുപ്രീം കോടതി എന്ത് ചെയ്തു, ഡയറക്റ്റ് ചെയ്തു ഇത് നടപ്പാക്കാം, എയ്ഡഡ് മേഖലയിലെ നിയമനം PSCക്ക് വിടുന്നത് കുഴപ്പമല്ല എന്ന് സുപ്രീം കോടതി 6 അംഗ ബെഞ്ച് പറഞ്ഞിട്ടാണ് അങ്ങനെ നടന്നത്. അപ്പോൾ ഈ വിഷയത്തില് സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ യാതൊരു തടസ്സവുമില്ല, നിയമപരമായിട്ടുള്ള യാതൊരു തടസ്സവുമില്ല. ഒരു ദിവസം നിയമസഭ വിളിച്ചു ചേർക്കുകയും ഒരു A4 പേപ്പറിൽ അച്ചടി മഷി പുരളാൻ അത്രയും സിമ്പിളാണ്. പക്ഷെ ഇച്ഛാശക്തി വേണം, ഈ പറയുന്ന മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള ശേഷി വേണം.